ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. ഒരു 5:05 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് ഒന്ന് നടക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ മാത്രമേ മൂഡ് ഉണ്ടാവാറുള്ളൂ. ഇന്നെന്തോ നടക്കണം തോന്നി രാവിലെ എണീറ്റ്. അങ്ങനെ നടന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പിനിടയിൽ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നടന്നു. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നല്ലൊരു വൈബ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ അടുത്തായിട്ട് ഇതിനുള്ളിൽ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ മോർണിംഗ് വന്നാൽ പിന്നെ ഇവിടുന്ന് പോരാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ കുറേ കൂട്ടുകാർ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെ കൂടെ കളിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് അവനങ്ങനെ മനസ്സിലോർത്തുകൊണ്ടാണ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഗ്രീനറിയാണ് കേട്ടോ. ഇവിടെ ചുറ്റും മരങ്ങളും നല്ല ഭംഗിയുള്ള ചെടികളും. രാവിലെ ആ ചെടികളുടെ ഒരു ഫ്രഷ്നെസ്സും നല്ലൊരു രസമാണ് കേട്ടോ. നല്ല ശുദ്ധമായ വായും നല്ല തണുപ്പും പിന്നെ പീസ്ഫുള്ളാണ്. അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെടുത്ത് വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നനക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ. ഞാനങ്ങനെ ഇറങ്ങാറില്ല രാവിലെ പൊതുവെ. ചില ദിവസങ്ങൾ മാത്രം തോന്നുന്നൊരു മൂഡാണിത്. നടത്തൊക്കെ ഒരു 10 റൗണ്ട് നടന്നതിന് ശേഷം കുറച്ച് എക്സസൈസ് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ നല്ലോണം ടയർഡായിരുന്നു കേട്ടോ. നല്ല മടിയായിരുന്നു എന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ. ഞാനവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പൂച്ചൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനെന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ച് വന്ന് തരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഏകദേശം ഒരു സൺറൈസിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ടൈമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്ന ആ ലൈറ്റും ഇടയിൽ കൂടെ മെട്രോ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കണ്ടത്. അപ്പോൾ ആ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തായിരുന്നത്. ഇത് ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. റൂമിലേക്ക് പോകുമ്പോൾ നമ്മളടുത്തായിട്ട് നമുക്ക് തോന്നും ബുർജ് ഖലീഫയൊക്കെ. അങ്ങനെ നടന്ന് ഏകദേശം റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ രാവിലെയുള്ള കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനത്തെ ആ റൂമിലെത്തി ഏകദേശം വില്ലേൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. ഗേറ്റൊക്കെ തുറന്ന് ആ വില്ലേക്ക് കയറാമെന്ന് ചെന്ന പാടെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് വെജിറ്റബിൾ സ്റ്റൂവും നൂലപ്പമാണ് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തെ പച്ചക്കറിയൊക്കെ നല്ലോണം കട്ട് ചെയ്ത് നൂലപ്പത്തിനുള്ള മാവും കുഴച്ച് വെച്ചിട്ടോ. വേഗം ഞാൻ സ്റ്റൂവിൻ്റെ പരിപാടി നോക്കി. അങ്ങനെ സ്റ്റൂ ഒരു ഭാഗത്ത് റെഡിയായി, ഒരു ഭാഗത്ത് ഞാൻ നൂലപ്പം റെഡിയാക്കി. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ. ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പം ഞാനും മോനും കൂടെ ഇങ്ങനെ ഓരോ സംസാരം കുശലം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവൻ്റെ കൂടെ കുറച്ച് സമയം കളിക്കാനായിട്ടിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കൂടെ ആരെങ്കിലും ഇരുന്ന് കളിക്കുന്നതും അവനോട് സംസാരിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ കുറേ ടൈമൊന്നും അവൻ്റെ കൂടെ ഇരിക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. അതായത് നമ്മൾ കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒക്കെ ആകുമ്പോൾ അപ്പോൾ പരമാവധി ഞാൻ എൻ്റെ കൂടെ അങ്ങനെ കൂട്ടും. ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ അങ്ങനെ കൂട്ടുമൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോൾ അവന് പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവനും കൂടെ സൈക്കിളൊക്കെ എടുത്ത് പാർക്കിലൊക്കെ പോയിട്ടോ. പാർക്കിൽ പോകുമ്പോൾ അവന് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അവൻ്റെ ഓരോരോ സംശയങ്ങളും ആ സംശയങ്ങൾ തീർക്കലൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന്. സൈക്കിളിൽ നിന്ന് അവിടെ പോയാൽ ഭയങ്കര തല്ലാന്ന് വേറെ കുട്ടികളുണ്ടാവും. ഇവൻ കൊടുക്കില്ല. ആ കുട്ടികൾ ഭയങ്കര തല്ലുമായിരിക്കും. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കാണാതെ മെല്ലെ സൈക്കിൾ ഒളിപ്പിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് പിന്നെ റൂം പോകുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ബാങ്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകണം കേട്ടോ ഇവിടുന്ന്. ഇപ്പോൾ അവനത് സ്ലൈഡൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അധികം ആൾക്കാരൊന്നും കുട്ടികളൊന്നും ഇല്ല, കാരണം തണുപ്പായതുകൊണ്ട്. പാർക്കിൽ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ വേഗം തന്നെ ഞാൻ ഡിന്നർ നോക്കാൻ നോക്കിട്ടോ. ഡിന്നറിന് ചോറും ചീരക്കറിയും പിന്നെ അതുപോലെ മീൻ ഫ്രൈ ചെയ്തും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിനിടയിൽ നാളേക്ക്
മാവരക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ അരിയും ഉഴുന്നും കുതിർത്ത് വെക്കാനിട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം.